അമ്മ ദേവൂട്ടി അറിഞ്ഞാ? അറിഞ്ഞു മോളെ. അമ്മേന്റെ കാലിൽ നല്ല വേദനയുണ്ടല്ലേ? നല്ല വേദനയുണ്ട്. അച്ഛൻ ഇന്നലെ അടിച്ചോണ്ടല്ലോ ഇതെല്ലാം ആയേ. സാരമില്ല മോളെ. അമ്മ അച്ഛൻ കള്ളു കുടിച്ചിട്ട് അമ്മേനെ മാത്രം അടിക്കുന്നു, നമ്മളെ അടിക്കുന്നില്ല. അമ്മേന്റെ ഗതികേട് മോളെ. അവന് മരിച്ചല്ലേ പറ്റൂ. നിങ്ങളെ വിചാരിച്ചിട്ട് മാത്രം ഏറ്റിട്ട് പോകാത്ത. പിന്നെ എങ്ങനെയാ അമ്മ വരിക? അമ്മ ഓ അച്ഛൻ ഇന്നും പൂസായിട്ടേ വരുന്നത്. അത് സാരമില്ല മോളെ. ഇന്ന് അച്ഛൻ അമ്മേനെ തൊട്ട അച്ഛൻ വിവരം അറിയും. അതിനുള്ള വഴി അമ്മ കണ്ടിട്ടുണ്ട്. മോളത്ത് പോയിക്കോട്ടാ. അവരെടുത്ത് വരുന്നു. ഞാൻ വരുമ്പോ എന്റെ മോളെ നീ ഉള്ളിലേക്ക് മാറ്റിയല്ലേ? ഞാൻ എന്താ മക്കളെ മുമ്പില് അച്ഛൻ ഭീകര ജീവിയാക്കാം, അതല്ലേ എന്റെ ലക്ഷ്യോ? അല്ലേ? അതെ. ചോദിച്ചു വാങ്ങുന്നു ഞാൻ നടക്കും. അതോ അത്തേക്ക് പോവാ. ആടുന്ന് ഞാൻ എന്റെ മോളെ ആടുന്ന് കണ്ടിനെ. ആടുന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്റെ മോളോട് ഇരിക്കുന്നുണ്ട്. ഒന്നിനെ ഞാൻ വരുമ്പോഴത്തേക്ക് ഉറക്കി. അച്ഛൻ മക്കളെ മുമ്പില് വലിയ തെറ്റുകാരൻ, ശത്രു. ഇവര് ഭയങ്കര ഇവള് മാതൃക അമ്മ. യാത്രയില്ലേ ഞാൻ വീരുന്ന അങ്ങോട്ട് വരുന്നേ. നിനക്ക് കുടിയെന്നുള്ള പതിവ് കൊറേ ആൾ പറഞ്ഞില്ലേ? എല്ലാവരും പോയി പറഞ്ഞു നടക്കുക ഞാൻ ഭയങ്കര കുടിയനാവൂലോ. എനിക്കൊന്ന് ഇവിടുന്ന് ഭക്ഷണത്തെല്ലാം ബുദ്ധിമുട്ടല്ലേ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അറിയിക്കേ. ആടെങ്കിലും എഴുതുന്ന പണിയൊന്നുമില്ലല്ലോ. മക്കളെ വേഗം ഓർക്കണം, ഇങ്ങനെ ഇരിക്കണം. നാട് മൊത്തം എന്റെ കുറ്റം, എല്ലാടും എന്റെ കുറ്റം. അപ്പുറത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൂടിയെ, ഇപ്പുറത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൂടിയെ. വീട്ടില് സാധനം മേടിക്കുന്നില്ല. നീ പറയാണ്ട് ഇത് അപ്പുറത്തെ വീട്ടിലെത്തൂല. അതുകൊണ്ട് നീ മിണ്ടൂല. എനിക്ക് മിണ്ടാനുള്ള വോയിസ് ഇവിടെ ഇല്ല. നീ വീട്ടില് പറഞ്ഞ പോട്ടെ, അത് നാട്ടുകാർ എന്ത് പറഞ്ഞ നാട്ടുകാർ എന്ത് പറഞ്ഞ ഒന്നുമില്ല. പക്ഷെ എന്റെ മക്കളെ മുമ്പിൽ നീ എന്നെ തെറ്റുകാരനാക്കരുത്. എന്റെ മക്കളെന്ന് പറഞ്ഞാൽ എന്റെ വീട്, എന്റെ മക്കളിലെ ആ മക്കളെ മുമ്പില് ഞാൻ വരുമ്പോ മോളെണീറ്റ് പോയതിന്റെ കാര്യം നീ ഒരാളാ. അത്ര നേരം ഇല്ലാത്ത സ്കൂളും വീട്ടു വന്ന കൂട്ടി ഞാൻ വരുമ്പോഴത്തേക്ക് നീ ഉറക്കുന്നുണ്ടെങ്കിൽ അത് നീ മനപ്പൂർവ്വം ഓർക്കുന്ന. ഇനി എനിക്ക് സ്നേഹം എന്തൊന്നറിയില്ല. നിന്നെ കാണുമ്പോഴൊക്കെ ഒന്ന് നീ നോക്കുന്നുണ്ടെന്നെ. ചേട്ടാ വെറുതെ വേണ്ട തുടങ്ങിക്കണ്ടേ. വേണ്ടാത്ത പണി നീ ഇങ്ങനെ ചെയ്യോ? വെറുതെ എന്റെ മെക്കിട്ട് വാങ്ങി കയറി നിക്കണ്ട. ഇങ്ങനെ ചെയ്യോ? ഓ നീ വലിയ സ്ത്രീ വിമോചന പ്രവൃത്തി ചെയ്യുന്നുണ്ടാ? നീ ഒന്നും എടുക്കണോ കേട്ടോ? മോളെക്കൂടോ? ഞാൻ ആരാന്ന് നിനക്കറിയോ? എന്റെ മോളാണ്, ഓളെ അമ്മമ്മയാ ഞാൻ. നിനക്ക് കുടിക്കാൻ പൈസ ഉണ്ട്, നിനക്ക് അടിക്കാൻ ആരോഗ്യമുണ്ട്, നിനക്ക് മക്കളെ നോക്കാൻ പറ്റില്ലല്ലേ? നോക്കലുണ്ട്. വീട്ടിൽ സാധനം വാങ്ങാൻ പറ്റില്ലല്ലേ? ഇന്നലെ അവരെ മേടിച്ചില്ലേ?
എപ്പോ എല്ലാ ദിവസവും ഓടിക്കോ. എന്റെ മോളിന് കരഞ്ഞ ഇല്ല, കരിയില്ല. സത്യം കരിയില്ല. കരഞ്ഞ നീ വിവരം അറിയും. ഇല്ല, ഒരിക്കലും കരിയില്ല. വിജയേ, നീ എന്തിനാണ് അനി അടിച്ചിപ്പോ? ആര്? നീ അടിച്ചിട്ടില്ലേ? എപ്പോ? നിങ്ങൾ നീ പറയുന്നേ കുടിച്ച് മത്തായിട്ട് നിങ്ങൾക്കൊന്നും തിരിയുന്നില്ല. ഹലോ എടാ, അകി ഒരു സംഭവം ഉണ്ടായടാ, നീ പറഞ്ഞാ വിശ്വസിക്കൂല. ഇങ്ങനെ ഫോൺ വഴി കണ്ടെത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ കണക്കിട്ട് ജീവിക്കാനാവൂല. ഞാൻ അങ്ങോട്ട് വരാം. ആ എൻ്റെ ദൈവമേ, കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ആരെയാന്ന് വിളിക്കണ്ട്? അമ്മമ്മയാ? ഏതമ്മമ്മ? എൻ്റെ ദൈവമേ, ഇതിപ്പോൾ ആരെ വിളിച്ചാലേ ഇതൊന്ന് ഒഴിവാക്കുക? ഇവിടെ നിന്ന് എന്നെ തന്നെ വീണ്ടും വിളിക്കുന്നിങ്ങനെ. ഇയാളോട് ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല. എന്തായാലും നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഇയാൾക്കിത് മാത്രമേ ഈ ലോകത്ത് പേടിയുള്ളൂ.